Hi dears, welcome back to Tips of Tackling English by Sajina Shamir. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നൗൺ എന്ന് പറയുന്നത് പേഴ്സൺ, പ്ലേസ്, തിങ്. ദെൻ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡിനെയാണ്. ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ആഡ്വർബ് എന്ന് പറയുന്നത് ഒരു വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ ആഡ്വർബിനെയോ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് നിങ്ങൾ തന്നെ സ്വയം ഇതിൽ നിന്നും ഏതാണ് വേർബ്, ഏതാണ് നൗണ്, ഏതാണ് അഡ്ജക്റ്റീവ്, ഏതാണ് ആഡ്വർബ്, ഇത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. Then listen. First one is I love Kerala. ഈ ഒരു സെന്റൻസിൽ ഏതാണ് നൗണ്, ഏതാണ് വേർബ് എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തുക. ലിസൺ. ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. പ്രോനൗൺ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, എന്നാലും ഞാൻ നൗണിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ പേരിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ് ഐ എന്ന് പറയുന്നത്. സോ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോനൗൺ ആണല്ലേ. ദെൻ ലവ്. ലവ് എന്ന് പറയുന്നത് വേർബ് ആണ്. ദെൻ കേരള. കേരള എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ പേരാണ്. സോ ഇറ്റ് ഈസ് നൗൺ. ഇതുപോലെ എല്ലാം നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് കമന്റ് ബോക്സിൽ അതിന്റെ ആൻസേഴ്സ് ഇടുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജോ ഈസ് എ സ്മാർട്ട് ബോയ്. ഇവിടെ ജോ എന്ന് പറയുന്നത് യെസ് നൗൺ ആണല്ലേ. ദെൻ സ്മാർട്ട് എന്ന് പറയുന്നത് യെസ് ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ്, നൗണിനെ വിശേഷിപ്പിക്കുകയാണ് അല്ലെ. ദെൻ ബോയ് എന്ന് പറയുന്നതോ നൗൺ ആണ്. ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ് സ്മാർട്ട് എന്ന വേർഡ് കൊണ്ട്. ഓക്കെ. ദെൻ ചിൽഡ്രൻ. ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. ഇതിലെ ചിൽഡ്രൻ എന്ന് പറയുന്നത് നൗൺ ആണ്, കുട്ടികൾ. ദെൻ പ്ലേ എന്ന് പറയുന്നത് വേർബ് ആണ് അല്ലെ. യെസ്. ക്രിക്കറ്റ് എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് നൗൺ. Then next one is I speak loudly. ഇവിടെ I എന്ന് പറയുന്നത് yes pronoun. Speak എന്ന് പറയുന്നത് verb. Loudly എന്ന് പറയുന്നത് സ്പീക്ക് എന്ന വേർബിനെ വിശേഷിപ്പിക്കുകയാണ് അല്ലെ. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഉച്ചത്തിലാണല്ലേ. സോ loudly എന്ന് പറയുന്നത് it is adverb. The last one is the sun is shining too brightly. ഇവിടെ sun എന്ന് പറയുന്നത് noun. Shining തിളങ്ങുക, പ്രകാശിക്കുക എന്നൊക്കെ പറയും. സൺ എന്ന് പറഞ്ഞാൽ സൂര്യന് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? വളരെ ബ്രൈറ്റ് ആയിട്ടാണ് പ്രകാശിക്കുന്നത്. സോ ഷൈനിങ് എന്ന് പറയുന്നത് ഹിയർ വെർബ് ആണ് അല്ലെ. യെസ്. ബ്രൈറ്റ്ലി എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? സോ ഇറ്റ് ഈസ് ആഡ്വർബ്. പ്രകാശിക്കുക എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലെ. ഇനി ഈ ആഡ്വർബിനെ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാണ് ടു എന്ന വേർഡ് കൊടുത്തുകൊണ്ട് അല്ലെ. സോ ടു എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ആഡ്വർബിന് എക്സാമ്പിൾ ആണ്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.